വരൻ മദ്യലഹരിയിലായി വിവാഹം മുടങ്ങി. വധുവിന്റെ വീട്ടുകാർക്ക് നഷ്ടപരിഹാരം. ഇച്ചിരി പുണിക്കും. ഇത് പത്തനംതിട്ട കോഴഞ്ചേരി. എടാ ഇവിടെ കഷായത്തിൽ വിഷം കൊടുത്തു പോലും നാട്ടിയിരുന്നുണ്ട് അയാൾ പണയുന്നത്. അതാണ്ട് അടിച്ച് കിണ്ടിയാട്ടിരിക്കുന്ന ഫോട്ടോ ഉണ്ട്. പത്തനംതിട്ട കോഴഞ്ചേരി. പിന്നെ എന്തൂടെ ഇവന് അടിച്ച് കിണ്ടിയായിട്ട് വരുന്നോ? പശു പണി പിരിച്ചു വെച്ചേക്കുന്നേ. ഒരു ചാണകത്തിനാണോ ആമല ഇത്രയും ബുദ്ധിമുട്ടിയുന്നത്? കർഷക ഭാരതത്തിൽ ചാണകം ഒരു നികൃഷ്ട കാഷ്ടമല്ല, ഔഷധം. കോടിന് ചാണകം നിന്നെ പറഞ്ഞ പോലെ അല്ല. നിനക്കെന്ത് ഇത്ര ചാണകത്തോടിപ്പോ പൊച്ചം? നിങ്ങളെ BJP-ലേക്ക് പോയവർക്കൊക്കെ ഇപ്പൊ ചാണകം അമൃതമാണ്. അത് വളർച്ച മുരടിച്ച് ആൾക്കാരെ ചാണകപ്പൊടി ഇട്ടിട്ടാണ് വലുതായിക്കോട്ടെ. അതിനകത്ത് നഷ്ടമില്ല. ജൈവ കൃഷി വ്യാപിക്കുന്നു, ചാണകപ്പൊടിക്ക് വിലയേറുന്നു. അണന്റെ വരവ് പ്രമാണിച്ച് ചാണകം മെഴുകി ശുദ്ധമാക്കിയിട്ടുണ്ട് കേട്ടല്ലോ. വരുന്ന ഞങ്ങൾക്ക് അറിയാം. ഇതുപോലെ ചാണകം വന്ന് കയറുകയാണ്, ഒരു കാര്യമില്ല. അതുകൊണ്ട് നല്ലതായി. എന്ത് ഏർപ്പാടാണ്, വൃത്തിയടങ്ങ് മാറി. സമയമുണ്ട്. പോയ രാജ്യം വികസിച്ചുകൊണ്ടിരിക്കാൻ കിടിക്കാച്ച ഒരു സാധനം കിട്ടി. നമ്മുടെ ക്യാപ്റ്റനെ കുറെ നാളായിട്ട് നാട്ടുകാരും പത്രക്കാരും എല്ലാം ഇട്ട് കളിയാക്കുകയാണ്. ക്യാപ്റ്റനെ രക്ഷിക്കാൻ നമ്മൾ തീരുമാനിച്ചു. ഇത് ഓണാക്കി എവിടെ പ്രശ്നത്തിന് പോയാലും ഇതങ്ങോട്ട് വെക്കും. കൂടി ആകെപ്പാടെ ഞങ്ങളുടെ സഖാവിനെതിരെയുള്ള ഏക ആക്ഷേപം ഇതാണ്. ഇത് സെറ്റാക്കി തരും. കഴിഞ്ഞ ദിവസമൊക്കെ ഒറ്റ നോട്ടവും ദഹിപ്പിക്കുന്ന ഭാവമൊക്കെ ആയിരുന്നു. ഇന്നലെ തൊട്ട് ചിരിച്ചു തുടങ്ങി. അത് പ്രത്യേകം വാർത്ത ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ചിരിച്ചു. അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട. എന്തായിരുന്നു ഇവിടെ പരിപാടി? പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ നിറച്ച് ഗ്യാരണ്ടി കാശി വിശ്വനാഥ് ഇടനാഴിയിലെ മാതൃകയിൽ അയോധ്യ നഗരത്തിന്റെ സമഗ്ര വികസനം. മറ്റാരാധനാലയങ്ങളും വേറെ കാര്യമുണ്ടല്ലോ. ശിവരഞ്ജിത്തുമാർ ഇച്ചിരി പുളിക്കും. ചോദ്യപേപ്പർ ചോർച്ച നിയമം നടപ്പാക്കി സർക്കാർ നിയമനങ്ങൾ സുതാര്യമാക്കും. ശിവരഞ്ജിത്തുമാർ വീട്ടിലിരിക്കത്തേ. ഇയാള് 15 ലക്ഷം നോക്കണ്ട. ഇതിനകത്ത് പാവപ്പെട്ടവരുടെ ക്ഷേമം, മധ്യവർഗത്തിന് 3 കോടി ഗ്രാമീണ സ്ത്രീകൾക്ക് രാജ്യവികസനത്തിന് വലിയൊരു പദ്ധതി കൂടിയുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് തീർത്ഥയാത്രയ്ക്കായി പ്രത്യേക പദ്ധതി. വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് ശരിക്കും തീർത്ഥയാത്രയാണ്, വാനപ്രസ്ഥമാണ്. അതാണ്. അല്ലാതെ അവരുടെ ആരോഗ്യം, അവരുടെ വയറ്റിലോട്ട് വല്ലതും പോകുന്നുണ്ടോ, ഇതൊന്നും നോക്കരുത്. സാധാരണ മനുഷ്യർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലെ തന്നെ ആവശ്യമാണ് ആത്മീയമായ കാര്യങ്ങളും ആത്മീയമായ ആവശ്യങ്ങളും. മുതിർന്ന പൗരന്മാർക്ക് ശൗചാലയം പറഞ്ഞിട്ട് എന്തായി? ശൗചാലയം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മാതൃഭൂമിയില് മറ്റേ മുടിയക്കുളത്തെ പുള്ളിയുണ്ടല്ലോ, മറ്റേ മധു, അയാളെ ഞാൻ കണ്ടായിരുന്നു. അയാൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയിട്ട് വടക്കേന്ത്യ പോയി, അത് ഇലക്ഷൻ എന്തോ റിപ്പോർട്ട് ചെയ്യാൻ പോയി. ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, പണ്ടൊക്കെ ഞാൻ പോകുമ്പം എല്ലാവരും വഴിയിലായിരുന്നു കാര്യം സാധിക്കുന്നത്. ഇപ്പൊ പോകുമ്പോ ഒറ്റ ഒരാള് വെളിയിലില്ല. 2014 തൊട്ട പുരോഗതി. അതിനു മുമ്പ് പെട്രോളിന്റെ വില കുറച്ചുകൂടി. പെട്രോളിന്റെ വില കുറയ്ക്കും. വണ്ടികൾ വന്നു കഴിയുമ്പോൾ സെസ് എന്ന് പറഞ്ഞത് ക്ഷേമ പെൻഷൻ കൊടുക്കുക. ഇപ്പൊ ക്ഷേമ പെൻഷനും ഇല്ല. ഇതിപ്പോ അവിടെ ക്ഷേമ പെൻഷൻ സഖാവിനോട് ക്ഷേമ പെൻഷൻ എവിടെ പോയത്? അതൊക്കെ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഒരു കേസ് പോയിരുന്നു. ഒരു സംസ്ഥാനം അന്ന് സുപ്രീം കോടതി കൊടുത്തൊരു മറുപടി ഉണ്ട്. പണയച്ചാ മതിയല്ലോ, അത് വായിച്ചാൽ മതി. അതിനകത്തുണ്ട് ക്ഷേമ പെൻഷൻ എന്താ പറ്റിയെന്നും ഇവിടെ കടമെടുക്കുന്നതിന്റെ പരിധിയിൽ എന്താ സംഭവിച്ചതെന്നും ഒക്കെ സുപ്രീം കോടതി വളരെ വൃത്തിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ കൊടുക്കുക ആദ്യം. ക്ഷേമ പെൻഷൻ ആദ്യം. വയസ്സന്മാരെല്ലാം പ്രായം കൊണ്ട് നടക്കുക. ആരെ പ്രായക്കൊണ്ട് നടക്കുന്നു? നിങ്ങളെ ആരെയാണ് ഇലക്ഷൻ ആയപ്പോഴത്തേക്ക് കെട്ട് കണക്കിന് പണ്ട് കിറ്റ് കൊടുത്തോലെ.
ക്ഷേമ പെൻഷന്റെ കാര്യം പറയുമ്പോൾ ഇയാൾക്ക് മുന്നോട്ടോ ഇല്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ അവസാനമായപ്പോ കുറെ കിറ്റ് കൊണ്ട് കൊടുത്ത് നേടിയില്ലേ? അതുപോലെ ഇപ്പൊ ക്ഷേമ പെൻഷനാണ് ഒന്നിച്ചു കൊണ്ട് കൊടുത്തത്. ആൾക്കാർക്ക് അതെല്ലാം മനസ്സിലായി കള്ളത്തരം. കാരണം ഞാനേ കുറച്ച് ഷീറ്റുണ്ട് ഇനി അഥവാ പെട്ടെന്ന് പോയി എന്നൊരു കാര്യം ചെയ്യും. ആണെങ്കിൽ ഇവിടെ എല്ലാം കൂടെ ഈ ചാണം തേച്ചെല്ലാം തേച്ച് കഴിയിട്ട് പോയാൽ മതി. അല്ല നിങ്ങൾക്കല്ലേ അത് മരുന്നാന്ന് പറഞ്ഞു തേച്ച് കഴിയിട്ട് കേട്ടോ നാട്ടുകാർക്ക് ജയിച്ച് കളഞ്ഞോളൂ. നീ പോയി ആ റബ്ബറൊക്കെ അടിച്ചു ചിലപ്പോ കളഞ്ഞോളൂ തൂത്തുവാരി കളയും നാട്ടുകാർ തെരഞ്ഞെടുപ്പ്. നിന്നെ പോലെ ഉള്ളവന്മാർ ഇവൻ നാട്ടിൽ മുഴുവൻ ചാണകം ഇപ്പൊ തേക്കുന്നുണ്ട്. അത് നിർത്തിക്കോ, അതാ നല്ലത് കേട്ടോ. ഞങ്ങൾ അങ്ങനെ ചവിട്ടി നടന്നതിനെല്ലാം ചവിട്ടി പുറത്താക്കിയില്ലേണ നിന്നെ ആരെങ്കിലും പുറത്താക്കി പോടെ വീട്ടിൽ പോടെ.